പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനം നടക്കുമ്പോൾ 15 ദിവസത്തേക്കുള്ള 19ഓളം സിറ്റിംഗുകളുമായി ബന്ധപ്പെട്ട സഭാ നടപടികളാണ് ഉണ്ടാവുക. എന്നാൽ പ്രതിപക്ഷം SIR നടപടി റദ്ദാക്കണമെന്ന ആവശ്യമായി വരുമ്പോൾ അത് രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ച ചെയ്യാതെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെക്കാം. അതാകുമ്പോൾ ചർച്ച ചെയ്ത് അതിൽ ഫലപ്രദമായ ഒരു തീരുമാനമെടുക്കാതെ തന്നെ കേന്ദ്രമന്ത്രിസഭയ്ക്ക് തടിയൂരാം. ഇതാണ് സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ചെയർപേഴ്സണായ CP രാധാകൃഷ്ണനും നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭയിലെ മുതിർന്ന നേതാവായ പ്രിയങ്ക ഗാന്ധിയും അതിശക്തമായി പ്രതിപക്ഷത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന പോരാട്ടം വലുതാണ്. സഭാ നടപടികൾ ഒന്നും തന്നെ ഫലപ്രദമാക്കിയെടുക്കാൻ BJP സർക്കാരിന് കഴിയാത്തവണ്ണം ചക്രവ്യൂഹം പോലെ ഒരു വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് ഒരു തരത്തിലും BJPക്ക് സഭാ നടപടികൾ സുഗമമായി കൊണ്ടുപോകാൻ കഴിയില്ല. ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് സമാധാന അന്തരീക്ഷം കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത പറയേണ്ടി വരും. അതായത് പ്രതിപക്ഷത്തുള്ള കക്ഷി നേതാക്കളെ നേരിൽ കണ്ട് അവരുമായി സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് പാർലമെന്ററി കാര്യമന്ത്രിയെ ചുമതലപ്പെടുത്തേണ്ടി വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സഭയിൽ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവരാനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാനും SIR നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന കള്ളക്കളി ഈ രാജ്യത്ത് ഇനി നടപ്പിലാക്കാൻ അനുവദിക്കരുത് എന്ന് പറയാനും പ്രിയങ്ക ഗാന്ധി സഭയുടെ സമയം ഉപയോഗിച്ചു. ഓം ബിർളയ്ക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിക്കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ MP ആകുന്നത് ആദ്യമായിട്ടാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രിയങ്ക ഗാന്ധി ഏറ്റവും മികച്ച രീതിയിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ്. അത് പല BJPയിലെ വമ്പന്മാർക്കുമുള്ള ഒരു താക്കീത് തന്നെയാണ്. എന്നാൽ BJP സഭയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളിൽ അട്ടിമറി രാഷ്ട്രീയം നടത്തുന്നു. എങ്കിൽ പോലും ലോക്സഭയിൽ ഇപ്പോഴും BJPയുടെ ദൗർബല്യം എന്താണ് എന്ന് മനസ്സിലാക്കി പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ പ്രിയങ്കയ്ക്ക് സാധിക്കുന്നു. സ്പീക്കർ ഓം ബിർള 2019-24 കാലഘട്ടത്തിലെ ദിവാസ്വപ്നവും കണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ തന്നെയുണ്ട് പ്രിയങ്ക എന്തർത്ഥമാണ് ഉദ്ദേശിച്ചത് എന്ന്. അതായത് ഓം ബിർളയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള BJPയെ സുഗമമായി സഭാ നടപടികൾ നടത്തിയെടുക്കാൻ കൂടെ കാഴ്ചക്കാരനായി നിന്നാൽ മാത്രം പോരാ. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ മാരക പ്രഹരങ്ങൾ കൂടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന സൂചന തന്നെയാണ് പ്രിയങ്ക കൊടുത്തിരിക്കുന്നത്.